And the first rank goes to Sharath. എന്താണ് പ്രിൻസിപ്പാളെ നോക്കി നിൽക്കുന്നത്? ഫസ്റ്റ് റാങ്ക് കിട്ടിയ കുട്ടിയല്ലേ, നിങ്ങൾക്ക് എന്താ ഒന്ന് കൈയടിച്ചാല്? എന്താ എല്ലാരും അങ്ങ് സൈലന്റ് ആയി പോയത്? സാർ ആ സ്റ്റുഡന്റ് ആ കുറച്ച് മെന്റലാ സാർ. ഭ്രാന്ത, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കോളേജിൽ നിന്ന് കട്ട് ചെയ്ത് അയക്കണ്ടേ? സാർ അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ രീതിയിലാണെങ്കിലും ബട്ട് വെരി ബ്രില്യന്റ് ഗായ്. സാറേ അവനെ കോളേജിൽ നിന്ന് പുറത്താക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന 2 പ്രിൻസിപ്പൾമാരും ശ്രമിച്ചതാ, പക്ഷെ നടന്നില്ല. BRS വാങ്ങി പോകേണ്ടി വന്നു. അതുകൊണ്ട് ഞാന് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാ. സാർ 100 സ്റ്റുഡൻസിന്റെ ടാലന്റ് ഇവൻ ഒറ്റ ഒരുത്തനുണ്ട്. വെരി ടാലന്റഡ് റാസ്കൽ. അങ്ങനെയോ? നിങ്ങൾ ഈ പറയുന്ന മെന്റലായ ടാലന്റഡ് ആയ ബ്രില്യന്റ് ആയ സ്റ്റുഡന്റ് ആരാ? പ്രിൻസിപ്പൽ സാറേ, നിങ്ങൾ പറഞ്ഞതുപോലെ അവൻ മെന്റൽ തന്നെയാ. ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ വരേണ്ടത്? അവന്റെ മുഖം പോലും മനസ്സിലാകുന്നില്ലല്ലോ. സാറേ ഇത് അവനല്ല സാറേ. ഇത് അവനല്ലെങ്കിൽ ആ പുണ്യവാൻ എവിടാണെന്ന് പറയുന്നേ. അല്ല പ്രിൻസിപ്പൽ സാറേ, അവനെന്താ പോലീസ് ഓഫീസറോ മറ്റോ ആണോ? സാറേ ഇവൻ പോലീസ് ഓഫീസർ ആണെന്നുള്ള കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇവിടെ വെക്കുന്നത് കോമൺ സ്റ്റൈൽ, ഇവിടെ വെക്കുന്നതോ സല്ലു സ്റ്റൈൽ. അപ്പൊ എനിക്ക് സ്വന്തമായിട്ടൊരു സ്റ്റൈൽ. ഞങ്ങളുടെ പ്രിൻസിപ്പൽ സാറ് ഇദ്ദേഹം എന്നെ പറ്റി ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും. പട്ടനാണ്, പൊട്ടനാണ്, ഭ്രാന്തനാണെന്നൊക്കെ. അതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ടാലന്റഡ് ആണെന്ന്. അതെ അതെ അതെ. ബ്രഹ്മാവ് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു ബ്ലൂ പ്രിന്റാണ് ഞാൻ. എനിക്ക് ഒരു ലേഡിയും സെറ്റ് ആവാറില്ല. പിന്നെ പെണ്ണുങ്ങളെ സെറ്റ് ചെയ്യുന്നവരെ എനിക്ക് സെറ്റ് ആവാറുമില്ല. അതുകൊണ്ടാണ് ഇവനിട്ട് ഞാൻ 2 എണ്ണം പൊട്ടിച്ചത്. എന്റെ മോനെ പറഞ്ഞോളൂ. അതൊക്കെ വിട്, ഈ സമ്മാനം അങ്ങോട്ട് വാങ്ങ്. തന്നോളൂ. അല്ല മോനെ, ഈ ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ വേണ്ടി നീ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. നീ അത്ര നിസാരക്കാരനല്ലല്ലോ. ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും നിനക്കൊരു ക്ലാപ്പ് പോലും കിട്ടിയില്ലല്ലോ മോനെ. അങ്ങനെയാ? ക്ലാപ്സ് അല്ലേ? ഇന്ന് നിങ്ങൾ ഇവിടുത്തെ ഗസ്റ്റ് ആണ്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ക്ലാപ്സ് കിട്ടുന്നത്. പക്ഷെ ഈ കോളേജിൽ പഠിക്കുന്ന എന്നെ ഇഷ്ടമില്ലാത്തവരുടെ ക്ലാപ്സ് എനിക്ക് വേണ്ട സർ. യാതൊരു സ്വാർത്ഥതയും ഇല്ലാതെ അവന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് പോലും ചിന്തിക്കാതെ വെറും ടാലന്റ് മാത്രം നോക്കി ആകാശം കിടുങ്ങി വിറക്കുന്ന രീതിയിൽ ചില പിള്ളേരടിക്കുന്ന വിസിലുണ്ടല്ലോ സാറേ, അതാണ് വേണ്ടത്. അത് കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖം. നീ എപ്പോഴാ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ചേർന്നത്? ഞാനോ? പോലീസാ? അങ്ങോട്ട് മാറിയിടാ. My dear students, welcome to the Forum of Indian Economy. ഈ പ്രോഗ്രാമിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ യങ്സ്റ്റേഴ്സിന്റെ മനസ്സിലുള്ള പുതിയ ഐഡിയകളെല്ലാം അവർക്കറിയാവുന്ന ടെക്നിക്സ് ഈ നാടിന്റെ പുരോഗമനത്തിന് വേണ്ടി ഉപയോഗിക്കണമെന്നുള്ളതാണ്. ഈ പ്രോഗ്രാമിന് 3 റൗണ്ട്സ് ആണ് ഉള്ളത്. ബെസ്റ്റ് പ്ലാനിന് വേണ്ടി വലിയ വലിയ MNC കമ്പനികൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രോജക്റ്റ് ഏത് വിഭാഗത്തിൽപ്പെട്ടതാണെങ്കിലും കുഴപ്പമില്ല, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, കൊമേഴ്സ്, എനിത്തിങ്. എന്നാൽ ഒരു കാര്യം ഓർമ്മയിലിരിക്കട്ടെ, അത് നാടിന്റെ ഉന്നമനത്തിനായിരിക്കണം. Our first candidate, Tejasvi. Good morning, everyone. I am Tejasvi, and I am here to explain about my project plan. I am from Hubli.
And this is the most complicated project what I'm going to exhibit in front of you. This plan is regarding industrialization of our India, which requires crores of money for the betterment of our infrastructure of industries, which we cannot afford. Thank you very much. Hi, I'm Madhu from Global College. Today I'm here in front of you. Hi, I'm Sandeep. And now I'm here to share about my project, which is our banking system. As you all know, that India is having one of the best. Our next candidate, Mr. Sharad. Mr. Sharad from Global College. Hey, look, he's sleeping. Shh. അവൻ ഉറങ്ങട്ടെ, നിനക്കെന്താ? മിസ്റ്റർ ശരത്, ഞാൻ നിങ്ങളുടെ പേര് 3 പ്രാവശ്യമേ വിളിക്കുള്ളൂ. റെസ്പോണ്ട് ചെയ്തില്ലെങ്കിൽ നോക്ക്, നിങ്ങളുടെ പേര് എഴുന്നേൽപ്പിക്ക്. ലിസ്റ്റിൽ നിന്ന് റിമൂവ് മിണ്ടണ്ട. അവൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ കിടന്ന് ഉറങ്ങട്ടെ. എന്നാലും ഒരു പാഠം What you say? മിസ്റ്റർ നീ ശരത്, പോന്ന ഞാൻ പോണോ? നോക്ക് ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? നീ പോയില്ലെങ്കിൽ ഞാൻ പോവും. പോവരുത്. ഞാൻ പോയി ഉണർത്തിക്കോളാം. മിസ്റ്റർ ശരത് from പോവണ്ടെന്ന് Global പറഞ്ഞില്ലേ? College. ഏയ്, പോവണ്ട. ശരത്. 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 Mr. Sharad, this is the last call for you. After that, you will be eliminated. ശരത്. ശരത്. Sharad! പ്രസന്റ് സാർ. Thank God. അത് രാവിലെ കുറച്ച് ഫുഡ് കൂടി പോയി, അതുകൊണ്ടാ. അല്ല, ഇത് ഇവിടെ എന്താ പരിപാടി? നിങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റി പറയൂ. ഓ, എൻ്റെ പേര് ശരത് എന്നാണ്. ഞാൻ ഈ കോളേജിൽ കൊമേഴ്സാണ് പഠിക്കുന്നത്. ഈ വേദിയിലേക്ക് പലരും വന്ന് എന്തൊക്കെയോ വാചകം അടിച്ചിട്ട് പോയി. കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്യണം, ഇതുപോലത്തെ ബിസിനസ് ചെയ്യണം, അതുപോലത്തെ ബിസിനസ് ചെയ്യണം എന്നെല്ലാവരും പറഞ്ഞു. പക്ഷേ ഈ കോടിക്കണക്കിന് രൂപ എങ്ങനെ ഉണ്ടാക്കും എന്നുള്ളത് ആരും പറഞ്ഞില്ല. അതുകൊണ്ട് എനിക്ക് ഉറക്കം വന്നത്. ഞാൻ അധികം സമയമൊന്നും എടുക്കില്ല, സിമ്പിളായിട്ട് കാര്യം അങ്ങോട്ട് പറയാം. നമ്മുടെ നാട്ടിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നത് വളരെ ഈസിയാണ്. ഓ, അതെങ്ങനെ? നമ്മുടെ നാട്ടിലെ പോപ്പുലേഷൻ എത്രയാ? 120 കോടി. ആ, ഇതെല്ലാവർക്കും ഈസി ആയിട്ട് പറയാൻ പറ്റുന്നൊരു മറുപടിയാ. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും 1 രൂപ നമുക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞാൽ അത് 120 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ആയി. ഇത്രയും ഈസി ആയിട്ട് നമുക്ക് എവിടെ നിന്നുണ്ടാക്കാം പറ? ആ, ഇൻട്രസ്റ്റിംഗ്. അതെങ്ങനെ നടക്കും? എന്നെ അടുത്ത റൗണ്ടിലേക്ക് സെലക്ട് ചെയ്യാം, അപ്പൊ പറയാട്ടാ. Very clever. നല്ല ഐഡിയ അല്ലേ? സൂപ്പർ. ഓക്കെ, താങ്ക് യു.